ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. നിലമ്പൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി M. സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF പ്രവർത്തകർക്കൊപ്പം പ്രകടനമായെത്തിയായിരുന്നു പത്രികാ സമർപ്പണം. ഉപവരണാധികാരിയായ നിലമ്പൂർ തഹസിൽദാർ MP സിന്ധു മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ, CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP, PK സൈനബ, മന്ത്രി V. അബ്ദുറഹിമാൻ എന്നിവർക്കൊപ്പം എത്തിയാണ് പത്രിക നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായ വാഹന പര്യടനം തുടരവെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ M. സ്വരാജ് എത്തിയത്. വരും ദിവസങ്ങളിൽ ഓരോ പഞ്ചായത്തിലും നഗരസഭയിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രത്യേക കൺവെൻഷനുകളും LDF സംഘടിപ്പിക്കുന്നുണ്ട്. നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. ഉപതെരഞ്ഞെടുപ്പിന് കാരണം ചതിയും വഞ്ചനയുമെന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നു. PV അൻവറിനെ പേരെടുത്ത് പരാമർശിക്കാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. നിലമ്പൂരിൽ LDF ചതിക്കിരയായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. M. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം നിലമ്പൂർ മാത്രമല്ല കേരളം ഒന്നാകെ ഒരേ മനസ്സോടെ സ്വീകരിച്ചു. പൊതുപ്രവർത്തനം തുടങ്ങിയ നാൾ മുതൽ ക്ലീൻ ഇമേജുള്ളയാളാണ് സ്വരാജ്. ആരുടെ മുന്നിലും തലയുയർത്തി അഭിമാനത്തോടെ വോട്ട് ചോദിക്കാൻ സ്വരാജിനാവും. കറകളഞ്ഞ വ്യക്തിത്വം നിലനിർത്താൻ സ്വരാജിനായിട്ടുണ്ട്. സ്വരാജിന്റെ നല്ല തുടക്കമാണിതെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്നലെ LDF സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ പര്യടനം നടത്തിയപ്പോൾ LDF പ്രവർത്തകരല്ലാത്ത ഒരു വലിയ വിഭാഗം പിന്തുണയുമായി എത്തിയെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.